നമസ്കാരം. ഇന്ത്യ vs പാകിസ്ഥാൻ വീണ്ടും ഒരു മാച്ച് നമ്മൾ ഈ സൺഡേ കാണാനായിട്ട് പോവുകയാണ്. പാകിസ്ഥാൻ അങ്ങനെ തട്ടിമുട്ടി ആയിട്ടും ജയിച്ചിട്ട് സൂപ്പർ 4ലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. കോമഡിയാണ് ഈ മാച്ച്. ടോസ് കിട്ടി പാകിസ്ഥാനെ ബാറ്റിംഗ് നയിച്ച് വീണ്ടും ഒരു ബാറ്റിംഗ് തകർച്ചയെന്ന് വേണമെങ്കിൽ പറയാം. 146 റൺ അടിക്കാനേ പാകിസ്ഥാന് സാധിച്ചുള്ളൂ. അതിനകത്ത് ഫക്കർ സൽമാൻ എന്തായാലും ഒരു നമ്പർ 3 അവർ തിരിച്ചു കൊണ്ടുവരാൻ വീണ്ടും ഒരു ബുദ്ധി കാണിച്ചു. എന്തായാലും നന്നായി. ഫക്കർ സൽമാൻ 50 അടിച്ചു. അതുപോലെ തന്നെ വീണ്ടും മറ്റ് ബാറ്റ്സ്മാൻമാരും പെർഫോം ചെയ്തില്ല കേട്ടോ. അവസാനം വന്നിട്ട് ഷൈൻഷാ അഫ്രീദി തന്നെ വീണ്ടും ഒരു 29 റൺസ് അടിച്ച് 14 ബോൾ 29 റൺസ് അടിച്ച് പാകിസ്ഥാനെ ഒരു ഭേദപ്പെട്ട സ്കോറായിട്ടുള്ള 146ലേക്ക് എത്തിക്കേണ്ടി വന്നു. ബാറ്റിംഗ് വീണ്ടും വമ്പൻ പരാജയമായിട്ട് മാറി. സൈം അയ്യൂബ് ഡക്കായി. അതുപോലെ തന്നെ ഇവരുടെ ക്യാപ്റ്റൻ സൽമാൻ അലി ആക 27 ബോളിൽ 20 റൺസാണ് അടിച്ചത്. ഒരു റണ്ണേ ബോൾ പോലും അടിക്കാതെ ഈ ഒരു സ്ട്രൈക്ക് റേറ്റിൽ കഴിഞ്ഞ കളിയിലും വളരെ മോശമാണ്. 12 ബോളിൽ 3 റൺസ് അടിച്ചത്. ഇതിലും ഭേദം ബാബർ തന്നെയായിരുന്നു കേട്ടോ, പറയാതിരിക്കാൻ പറ്റില്ല. എന്തായാലും ബാറ്റിംഗ് അട്ടർ ഫ്ലോപ്പായിരുന്നു. എന്തായാലും ബോളിങ്ങിൽ എന്തായാലും തിരിച്ച് പിടിച്ചിട്ട് അവർ 96 റൺസിന് എറിഞ്ഞിട്ട് ഓൾ ഔട്ടാക്കി. ഷൈൻഷാ അഫ്രീദി 2 വിക്കറ്റ് ഇട്ടു. അതുപോലെ തന്നെ ഹാരിസ് റൌൾഫ് 2 വിക്കറ്റ് ഇട്ടു. ഹാരിസ് റൌൾഫിനെ കളിപ്പിച്ചു എന്നുള്ളൊരു വലിയൊരു കാര്യം ഇവർ ചെയ്തു. നേരത്തെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു. അതായത് ഒരു സ്പെഷ്യലിസ്റ്റ് ബോളറിനെ കൂടെ കളിപ്പിക്കുന്ന കാര്യം. അതായത് നമ്പർ 8 വരെ ഒരു ഓൾറൗണ്ടറിനെ കളിപ്പിച്ചിട്ട് പിന്നെ നമ്പർ 9 ഷൈൻഷാ അഫ്രീദി വരുന്നതിനെക്കാട്ടിയുള്ളത് ഷൈൻഷാ അഫ്രീദി നമ്പർ 8 വന്നിട്ട് അത്യാവശ്യം നന്നായിട്ട് ബാറ്റ് ചെയ്യുന്നുണ്ട്. ഒരു സ്പെഷ്യലിസ്റ്റ് ബോളറിനെ കളിപ്പിക്കുന്നതാണ് നല്ലതെന്ന് പറഞ്ഞിരുന്നു. അതേപോലെ തന്നെ പാകിസ്ഥാൻ ഹാരിസ് റൌൾഫിനെ കളിപ്പിച്ചു. എന്തായാലും നന്നായി 2 വിക്കറ്റ് ഇട്ടു. ഇനി എന്തായാലും ഞായറാഴ്ച ഇന്ത്യയായിട്ട് മാച്ച് ഉണ്ട്. ഇതിനകത്ത് വേറെ ഇവർ കാണിക്കുന്ന എല്ലാം മണ്ടത്തരങ്ങളാണ് കേട്ടോ. പാകിസ്ഥാൻ ബോൾ ചെയ്യാൻ വന്നു. ഇപ്പോൾ ഇന്ത്യയായിട്ടുള്ള കഴിഞ്ഞ കളിയിൽ 3 വിക്കറ്റ് ഇട്ട് സൈം അയ്യൂബ് പവർ പ്ലേയിൽ വന്ന് ബോൾ ചെയ്തിട്ട് സൂപ്പറായിട്ട് ബോൾ ചെയ്തു. ഇന്ന് വന്നിട്ട് ഫസ്റ്റ് ഓവർ ഷൈൻഷാ അഫ്രീദി എറിഞ്ഞു. സെക്കൻഡ് ഓവർ വന്നിട്ട് നേരെ നവാസിനെ കൊണ്ടുവന്നു. അതും കഴിഞ്ഞിട്ട് അബ്രാർ അഹമ്മദിനെയും കൊണ്ടുവന്നിട്ട് 6th ഓവറിലാണ് സൈം അയ്യൂബ് വരുന്നത്. സൈം അയ്യൂബ് വന്ന് 6th ഓവറിൽ വന്നിട്ട് 2ാമത്തെ ഓവർ വിക്കറ്റ് വിട്ടു. ശരിക്കും പറഞ്ഞാൽ ഒരു സെക്കൻഡ് ഓവറിൽ സൈം അയ്യൂബിനെ കൊണ്ടുവരണ്ടായിരുന്നു. നവാസിനെ കൊണ്ടുവന്ന് അടിയും വാങ്ങിച്ചു. ശരിക്കും പറഞ്ഞാൽ നല്ലൊരു സ്റ്റാർട്ട് കിട്ടി. ഷൈൻഷാ അഫ്രീദിയുടെ ഫസ്റ്റ് ഓവറിൽ അടിച്ചു. സെക്കൻഡ് ഓവറിൽ നവാസിൻ്റെ ഓവറിൽ അടിച്ചു. കുഴപ്പമില്ലാത്തൊരു സ്റ്റാർട്ട് കിട്ടി. പക്ഷേ പിന്നീട് ഒരു മിഡിൽ ഓവേഴ്സിലേക്ക് ഇവിടെ ഈ യിലെ മാച്ചസിലെല്ലാം പവർ പ്ലേയിൽ വരുന്ന റൺസാണ് ഏറ്റവും വലിയ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടർ എന്ന് പറയുന്നത്. ഇല്ലാന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ഫൈനൽ ഓവേഴ്സിൽ വന്നിട്ട് അടിക്കുന്ന റൺസ് മിഡിൽ ഓവേഴ്സിൽ ഭയങ്കരമായിട്ട് കണ്ടെയ്ൻ ചെയ്യാനായിട്ട് സ്പിന്നേഴ്സിന് പറ്റുന്നുണ്ട്. പാകിസ്ഥാൻ്റെ ബോളേഴ്സ് ക്കെതിരെ ബോൾ ചെയ്തപ്പോൾ അതുപോലെ തന്നെ യുടെ ബോളേഴ്സും നന്നായിട്ട് മിഡിൽ ഓവേഴ്സ് കണ്ടെയ്ൻ ചെയ്തു. സോ ഇന്ത്യ വേഴ്സസ് പാകിസ്ഥാൻ മാച്ചും യിൽ വെച്ചിട്ട് തന്നെയാണ് നടക്കുന്നത്. സോ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ത്യയെ സംബന്ധിച്ച് അതൊരു വലിയൊരു അഡ്വാൻറ്റേജ്. കാരണം അഭിഷേക് ശർമ്മ ഒക്കെ അടങ്ങുന്നത് ഇന്ത്യയുടെ ടോപ്പ് ഓർഡർ പവർ പ്ലേ നന്നായിട്ട് യൂസ് ചെയ്യുന്ന കാര്യം നമുക്ക് എന്തായാലും അറിയാം. സോ പക്ഷേ പാകിസ്ഥാനെ സംബന്ധിച്ച് അതൊരു വലിയ ചാലഞ്ചാണ്. സൈം അയ്യൂബ് ഇതുവരെ ഫോമിലേക്ക് എത്തിയിട്ടില്ല. ബോൾ കൊണ്ട് നന്നായിട്ട് ബോൾ ചെയ്യുന്നുണ്ടെങ്കിലും ബാറ്റ് കൊണ്ട് ഇതുവരെ ഇപ്പോൾ അടുപ്പിച്ച് എനിക്കൊന്ന് 3 കളിയായിട്ട് ഡക്കാണ് സൈം അയ്യൂബ്. ഇന്ത്യയായിട്ടുള്ള കളിയിൽ ഡക്കായിരുന്നു, ഇന്നത്തെ കളിയിൽ ഡക്കാണ്. എനിക്കൊന്ന് ഫസ്റ്റ് മാച്ചിലും ഡക്കായിരുന്നു എന്ന് തോന്നുന്നു. എന്തായാലും സൈം അയ്യൂബ് ഫോമിലേക്ക് വന്നാലേ അവരുടെ പവർ പ്ലേ ഒന്ന് സെറ്റ് ആവത്തുള്ളൂ. ബാക്കി ആരും അത്ര ഫക്കർ സൽമാനുണ്ട്, ബാക്കി ആരും അത്ര നല്ല രീതിയിലല്ല. അതുപോലെ തന്നെ വേറെ കാര്യം ഇവർ ചെയ്തു. ഫക്കർ സൽമാനെ നമ്പർ 3ലേക്ക് കൊണ്ടുവന്നപ്പോൾ ഇവരുടെ വിക്കറ്റ് കീപ്പർ ഹാരിസിനെ ഇവർ നമ്പർ 5 നമ്പർ 6ലേക്ക് കൊണ്ടുപോയി. അതും വളരെ നല്ലൊരു കാര്യമാണ്. സൽമാൻ അലി ആഗായെ എവിടെ കൊണ്ട് തിരുവെന്ന് എനിക്ക് മനസ്സിലാവാത്തത്. പുള്ളി ഒരു നമ്പർ 4 വന്നിട്ട് കളിക്കുന്ന കളി എന്ന് പറഞ്ഞാൽ ടെസ്റ്റിനെക്കാട്ടി വളരെ പരിതാപകരമായിട്ടുള്ള രീതിയിൽ ബാറ്റ് ചെയ്യുന്നത്. കുറച്ചും കൂടെ ഒക്കെ അഗ്രസീവ്, നല്ല ബാറ്റ്സ്മാനാണ്, പക്ഷെ കുറച്ചും കൂടെ ഒക്കെ അഗ്രസീവ്. ഒരു റണ്ണേ ബോളൊന്നും കളിച്ചില്ലെങ്കിൽ T20 എങ്ങനെയാണ്? സ്പിന്നേഴ്സ് ആണെന്നുണ്ടെങ്കിലും ഇവരൊരു സിംഗിൾസ് റൊട്ടേറ്റ് ചെയ്യുന്ന കാര്യത്തിലൊക്കെ ഭയങ്കര വീക്കാണ് പാകിസ്ഥാൻ്റെ ബാറ്റിംഗ് ഒരു മെനയായി വരുന്നില്ല. എന്തൊക്കെ ചെയ്തിട്ട് അങ്ങോട്ട് ഇവരുടെ കോച്ചും ക്യാപ്റ്റനും ഒക്കെ ഈ കളിക്ക് ഗ്രൗണ്ടിന് പുറത്ത് ഭയങ്കര വർത്തമാനങ്ങളും ഭയങ്കര കാര്യങ്ങളാണ്. പക്ഷേ ഗ്രൗണ്ടിലേക്ക് വരുമ്പോൾ ഇപ്പോൾ ആയിട്ടുള്ള ഒരു മത്സരമായിട്ട് പോലും അവർക്ക് ആ ഒരു ഡോമിനൻസ് കാണിക്കാനായിട്ട് അല്ലെങ്കിൽ ഒരു എക്സ്ട്രാ ഓർഡിനറി പെർഫോമൻസ് കാര്യങ്ങൾ കാണിക്കാനായിട്ട് പറ്റുന്നില്ല എന്നുള്ളത് വളരെ നിരാശപ്പെടുന്ന ഒരു കാര്യമാണ്. എന്തായാലും സൺഡേ ഇന്ത്യ vs പാകിസ്ഥാൻ മത്സരമുണ്ട്. നമുക്കെന്തായാലും ഒരു ഉഷാറാണ്. ഇന്ത്യ vs പാകിസ്ഥാൻ എന്ന് പറയുമ്പോഴത്തെ വീണ്ടും ഒരു വളരെ ശക്തമായിട്ടുള്ളൊരു മാച്ച് കാണാമെന്നുള്ളത്. എന്തെങ്കിലും പാകിസ്ഥാൻ വന്നിട്ട് ഒരു ശക്തമായിട്ടൊരു ചലഞ്ച് ഇന്ത്യക്ക് കൊടുക്കാൻ പറ്റിയിരുന്നുണ്ടെങ്കിൽ കളി കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. കഴിഞ്ഞ മാച്ചിലെ പോളാണെന്നുണ്ടെങ്കിൽ വളരെ ബോറിംഗ് ആയിട്ട് പോകും. എന്നാലും വേറൊരു മാച്ചും കൂടെ ഇന്ന് തന്നെ നടന്നിട്ടുണ്ടായിരുന്നു. ഇംഗ്ലണ്ട് vs എയർലൻഡിൽ എയർലൻഡ് ഫസ്റ്റ് ബാറ്റ് ചെയ്ത് 196 റൺസ് അടിച്ചു. 3 വിക്കറ്റ് നഷ്ടത്തിൽ തിരിച്ച് ഇംഗ്ലണ്ട് അടിച്ച് ജയിച്ചു. ഫിൽ സോൾട്ട് 89 റൺസ് അടിച്ചു. അതുപോലെ തന്നെ സാം കറൻ 27 റൺസ് അടിച്ചു. ജോസ് ബട്ട്ലർ 28 റൺസിൻ്റെ ബലത്തിൽ തിരിച്ച് ഇംഗ്ലണ്ട് അടിച്ച് എന്തായാലും കളി ജയിച്ചിട്ടുണ്ട്. അപ്പോൾ അതാണ് ഇംഗ്ലണ്ട് vs എയർലൻഡ് മാച്ചിൻ്റെ ഒരു ചുരുക്കം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നാളെ വളരെ ക്രൂഷ്യലായിട്ടുള്ള ഒരു മാച്ച് നടക്കാൻ പോകുന്നുണ്ട്. അഫ്ഗാനിസ്ഥാൻ vs ശ്രീലങ്ക. ഇതിൽ ശ്രീലങ്ക ഇന്നലെ നമ്മൾ പറഞ്ഞു ശ്രീലങ്ക ജയിക്കുകയാണെന്നുണ്ടെങ്കിൽ ബംഗ്ലാദേശ് ക്വാളിഫൈ ആവും. അതുപോലെ തന്നെ അഫ്ഗാനിസ്ഥാൻ വളരെ വലിയ മാർജിനിൽ ശ്രീലങ്കയെ പരാജയപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിലും
ഈ ബംഗ്ലാദേശിന് ചാൻസ് ഉണ്ട്. സോ അതാണ് പൂൾ ബിയിലെ, അതായത് ഗ്രൂപ്പ് ബിയിലെ ഒരു തീരുമാനമായിട്ടില്ല. നാളെ കൂടെ ആകുമ്പോഴേ ഗ്രൂപ്പ് ബിയിലെ കാര്യങ്ങൾ തീരുമാനമാകത്തുള്ളൂ. എന്തായാലും പാകിസ്ഥാൻ നല്ല തീരുമാനങ്ങളും നല്ല ചേഞ്ചസ് ഒക്കെ എടുത്തിട്ട് നന്നായിട്ട് സൺഡേ പെർഫോം ചെയ്യാനായിട്ട് പറ്റട്ടെ. ഇന്ത്യക്ക് ഒരു നല്ല ചലഞ്ച് തരാനായിട്ട് പാകിസ്ഥാന് സാധിക്കട്ടെ. എന്നാലും ആ മാച്ചിന് മുന്നോടിയായിട്ട് എന്തെങ്കിലും വേറെ ഡെവലപ്മെൻറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ഒരു പ്രിവ്യൂ, ഇന്ത്യ വേഴ്സസ് പാകിസ്ഥാൻ പ്രിവ്യൂ തീർച്ചയായിട്ടും ചെയ്യാം. അപ്പോൾ മറ്റൊരു ക്രിക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോയിൽ വീണ്ടും കാണുന്നതുവരെ ബൈ.